ഹലോ, എസ്ട്ര ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഹാൻഡ് പിക്ക് കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈസ്റ്റർ കളക്ഷൻസ് ഒക്കെ ആയിട്ട് കുറേ സാരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാരീസിനൊക്കെ നല്ല റെസ്പോൺസ് ആണ്. അപ്പോൾ കുറേ സാരീസ് ഒക്കെ നമ്മൾ പ്രീ ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറേ സാരീസ് ഒക്കെ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്, പക്ഷേ എക്സാക്ട് ഡിസൈൻ അല്ല, പുതിയൊരു ഡിസൈനിൽ നമ്മുടെ കോട്ട സാരീസിന് നമ്മൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ ഡിസൈൻ ഒന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ഒരു പേസ്റ്റൽ ഗ്രീൻ, പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. ഓൾറെഡി ഷെയ്ഡ്സ് എല്ലാം നമുക്ക് ഓൾറെഡി കോട്ടാസിൽ വരുന്നത് പോലത്തെ 5 ഷെയ്ഡ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ആ ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഇതുപോലെ നമുക്ക് നേരത്തെ വന്നിരുന്ന ഒരു ചെറിയ കുഞ്ഞ് ഫ്ലോറൽ ഡിസൈൻ ആയിരുന്നു. അതിന് പകരം ഒരു ലൈൻസ് വരുന്നത് പോലത്തെ ഒരു ലീഫ് പാറ്റേൺ ആണ് ഈ ഒരു സാരിയിൽ ഡിസൈൻ വന്നിരിക്കുന്നത്. നേരത്തെ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഡിസൈൻ ആയിട്ടുള്ള ഫ്ലോറൽ ആയിരുന്നു, പകരം ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. നോർമലി നമ്മൾ കണ്ടുവരുന്ന ഡിസൈൻ അല്ല. വെർട്ടിക്കൽ ലൈൻസ് സാരിയിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉടുക്കുമ്പം കുറച്ചും കൂടെ ലീൻ ആയിട്ടൊക്കെ തോന്നാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആകുമ്പോൾ എല്ലാവർക്കും എല്ലാ ഒക്കേഷൻസിനൊക്കെ ആണെങ്കിലും പെയർ ചെയ്യാൻ നല്ലതായിരിക്കും. ഇതിന് ഫുൾ നമ്മൾ ആ നേരത്തെ കാണിച്ച സാരി പോലെ തന്നെ ഫുൾ ബോഡിയിൽ എംബ്രോയിഡറി വരും. ഹാഫ് പോർഷൻ തൊട്ട് സാരിയുടെ ഒരു നമ്മുടെ നീ പോർഷൻ തൊട്ട് വരുന്ന പോലെ ഡിസൈൻ വരുന്നത്. ഇതാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. പല്ലു പോർഷനിൽ വരുമ്പോഴത്തേനും ഫുള്ളായിട്ട് എംബ്രോയിഡറി വന്ന് എൻഡിൽ ടാസിൽസ് വന്നാണ് എൻഡ് ചെയ്യുന്നത്. ഇതുപോലെ എൻഡിൽ ടാസിൽസ് വന്നാണ് ഇതിന്റെ പല്ലു പോർഷന്റെ എൻഡ് വരുന്നത്. ആ ഒരു ഫുൾ ബോഡിയിലും എംബ്രോയിഡറി വരുന്നത് പോലെയാണ് വരുന്നത്. അതുപോലെ ഇതിനകത്ത് അറ്റാച്ച്ഡ് ബ്ലൗസ് ആയിട്ട് വരുന്നുണ്ട്. ബ്ലൗസ് പ്ലെയിൻ ഫാബ്രിക്കിലാണ് ബ്ലൗസ് വരുന്നത്. ആ ഒരു മെറ്റീരിയൽ ഡിഫറൻസ് കൊണ്ടാണ് കളർ വേരിയേഷൻ വരുന്നത്. ഒരു ചന്തേരി മിക്സിലുള്ള മെറ്റീരിയലാണ്. ഗ്രീൻ സെയിം ടോൺ അല്ല, ഒരു ഇച്ചിരി ഒരു ഡിഫറെന്റ് ടോണിൽ നമുക്ക് ഗ്രീനിൽ വരുമ്പോഴത്തേന്, അത് ഈ കോട്ടയിൽ വന്നിരിക്കുന്ന എല്ലാ പാറ്റേണിലും അങ്ങനെയായിരുന്നു. ഗ്രീനിൽ ബ്ലൗസ് വരുമ്പോൾ ഒരു ഇച്ചിരി വേരിയേഷൻ ആ കളറിന് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ വിത്ത് ബ്ലൗസ് ആയിട്ട് നമ്മൾ ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഡിഫറൻസ് വരത്തില്ല. അത് ആ മെറ്റീരിയൽ ഡിഫറൻസ്, ഇത് കോട്ട മെറ്റീരിയലും ഇത് നമുക്ക് ചന്തേരി മിക്സ് ഫാബ്രിക്കിലും ആയി അത് ബ്ലൗസ് പീസ് വരുന്നത്. റണ്ണിങ് ഫാബ്രിക് ആയിട്ടല്ല വരുന്നത്. റണ്ണിങ് ഫാബ്രിക് ഡിറ്റാച്ച്ഡ് അല്ല, പക്ഷേ എന്നാലും സെയിം മെറ്റീരിയലല്ല വരുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ആണ്. വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ 2x2 ബ്ലൗസ് ഒക്കെ വെച്ച് പെയർ ചെയ്താലും കോട്ട സാരി ആയതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ ഫുൾ ബോഡി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബോഡി ഫുൾ ഇതുപോലെ ഈ ഒരു വർക്ക് വരുന്നുണ്ട്. സാരിയുടെ ഒരു പകുതി പോർഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതുപോലെ നമ്മുടെ മുട്ടിന് താഴെ വരുന്നത് പോലെ വർക്ക് വരുന്നത്. ബോഡ് പോർഷനിൽ മാത്രമായിട്ട് വർക്ക് വന്ന് മുകൾ വശം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അതുപോലെ ഈ ഫുൾ ബോഡി വർക്ക് വരുന്ന എല്ലാ സാരീസിലും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം നമ്മൾ റൈറ്റ് ലെഗ് പോർഷനൊക്കെ തൊട്ടാണ് നമുക്ക് ഇതിന്റെ ഒരു എംബ്രോയിഡറി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ കുത്തുന്ന കുറച്ച് ഭാഗം എപ്പോഴും പ്ലെയിൻ ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ഫുൾ ബോഡി എംബ്രോയിഡറി വരുന്ന സാരീസ് ഇപ്പം വരുന്നത്. അപ്പം അങ്ങനെ ഫുൾ എംബ്രോയിഡറി വരുന്ന ഈ ഒരു സാരിയുടെ റേറ്റ് നമ്മൾ നേരത്തെ കാണിച്ച അതേ സാരിയുടെ റേറ്റ് തന്നെയാണ്, 2659 ആണ്. ബഡ്ജറ്റും അതുപോലെ കളറും എല്ലാം സെയിം തന്നെയാണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഡിസൈൻ ചേഞ്ച് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒത്തിരി എൻക്വയറീസ് ഉണ്ടായിരുന്നു ആ ഒരു പാറ്റേൺ റീസ്റ്റോക്ക് കൊണ്ടുവരുമോ, സെയിം കളേഴ്സ് കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിച്ച്. ലാസ്റ്റ് ടൈം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് 1-2 ഡിസൈൻസ് നമ്മൾ വീഡിയോയിൽ കാണിക്കാതെ തന്നെ നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് മാത്രം റീസ്റ്റോക്ക് കാണിച്ചു. ഒത്തിരി കസ്റ്റമേഴ്സ് ഈവൻ ഈ ഡിസൈൻ പോലും ഒത്തിരി ആൾക്കാർ നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഈ പറഞ്ഞ പോലെ വീഡിയോയിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു പാറ്റേൺ നമുക്കിപ്പം സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന്റെ നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ 5 ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന്റെ ഐവറി ഷെയ്ഡ് ഓഫ് വൈറ്റ്, ഇത് നമുക്ക് കോട്ടയിൽ വരുമ്പം പ്യുവർ ഓഫ് വൈറ്റ് അല്ല, കുറച്ചൊരു ബേജ് കൂടിയ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ഐവറി ഷെയ്ഡ് തന്നെ എടുത്ത് പറയുന്നത്. അല്ലാതെ പ്യുവർ ഓഫ് വൈറ്റ് ഷെയ്ഡ് അല്ല, ക്രീം ഷെയ്ഡ്, ഐവറി ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത്. കുറച്ചും കൂടി ഒരു ഡാർക്ക്നെസ് ഉള്ള, ഓഫ് വൈറ്റിനേക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്ക്നെസ് ഉള്ള ഒരു ഷെയ്ഡാണ്. സെയിം ആ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പല്ലു പോർഷനാണ്. പല്ലു പോർഷനിലേക്ക് വരുമ്പോൾ ഇതുപോലെ ടാസിൽസ്, സെയിം കളറിലെ ടാസിൽസ് കൊടുത്താണ് ഇതിന് വർക്ക് വന്നിരിക്കുന്നത്. ഇതാണ് നമുക്ക് സെക്കൻഡ് വരുന്ന സാരി. നെക്സ്റ്റ് കളർ വരുന്നത് ഇതിന്റെ പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് ഷെയ്ഡ് വരുമ്പോഴും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ബേബി പിങ്ക് ഷെയ്ഡ് അല്ല ഈ ഒരു കോട്ടയിൽ വരുമ്പോൾ വരുന്നത്. കുറച്ചുകൂടി ഒരു നമ്മുടെ ഒരു ഓണിയൻ പിങ്കിനോടൊക്കെ സാമ്യമുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് നമുക്ക് കോട്ടയിൽ വരുമ്പോൾ വരുന്നത്. പേസ്റ്റൽ പിങ്ക് ആണ്, നല്ലൊരു ഓണിയൻ ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു പേസ്റ്റൽ പിങ്കാണ് വരുന്നത്. ഈ ഒരു ബേബി പിങ്ക് ഷെയ്ഡ് അല്ലേ ഇത് നമുക്ക്. അതേസമയം നമ്മൾ നേരത്തെ ചന്തേരി സിൽക്ക് ഫാബ്രിക്കിലൊക്കെ കാണിച്ചപ്പോൾ അത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ ബേബി പിങ്ക് ഷെയ്ഡായിരുന്നു, ലൈറ്റ് ഷെയ്ഡായിരുന്നു. ഇത് കുറച്ചും കൂടെ ഒരു ഓണിയൻ പിങ്കിന്റെ ഒരു ഷെയ്ഡ്, അത്രയും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് അല്ല, ബേബി പിങ്ക് അല്ല. സെയിം വർക്ക് എല്ലാം സെയിം തന്നെയാണ്. റേറ്റ് ഈ സാരീസിനെല്ലാം വരുന്നത് 2659 ആണ്. സെയിം ആയിട്ടുള്ള കോട്ട ഫാബ്രിക് വരുന്ന സാരിയാണ്. കോട്ട ഫാബ്രിക് അതുപോലെ സീ ത്രൂ ആണോ എന്നൊക്കെ ഒത്തിരി ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. സിംഗിൾ ഫ്ലീറ്റിൽ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ട്രാൻസ്പെറൻസി വരുന്നത്. സിംഗിൾ ഫ്ലീറ്റിൽ ഇത്രയും ട്രാൻസ്പെറന്റ് ആണ്. എല്ലാ കോട്ട ഫാബ്രിക്കും പോലെ തന്നെ
സിംഗിൾ ഫ്ലീറ്റിൽ ഈ ഒരു സാരി ട്രാൻസ്പെറൻ്റ് ആണ്. പക്ഷേ ഫ്ലീറ്റഡ് ആവുന്ന സമയത്ത് 2 ഫ്ലീറ്റ് വരുന്ന പോലൊക്കെ വരുമ്പോൾ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയി തോന്നത്തില്ല. നമുക്ക് അതുകൊണ്ട് ഫ്ലീറ്റഡ് ആയിട്ട് കൊടുക്കുമ്പോൾ ഒട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരത്തില്ലാത്ത മെറ്റീരിയൽ. അതുപോലെ തന്നെ ഫുൾ ബോഡി എംബ്രോയിഡറി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തിക്നെസ് കുറച്ചും കൂടെ വരും ഈ ഒരു സാരിക്ക്. ഞാൻ പറഞ്ഞത് സാരി ഭയങ്കര ഹെവി ആയിരിക്കും എന്നല്ല, അതിന് പകരം നമുക്ക് ആ ഒരു ട്രാൻസ്പെറൻസി വരില്ല എന്നാണ്. നെക്സ്റ്റ് നമ്മൾക്ക് ഇതിൻ്റെ ലാവൻഡർ ഷെയ്ഡാണ്. നമുക്ക് നേരത്തെ കാണിച്ച ഡിസൈനിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഷെയ്ഡ് ലാവൻഡർ ഷെയ്ഡ് തന്നെയായിരുന്നു. നമുക്ക് ഈ സാരിയിൽ നമുക്ക് അവൈലബിൾ ആവുന്നത് ഈ 5 ഷെയ്ഡ്സ് ആണ്. 5 ഷെയ്ഡ്സ് നമ്മളിൽ ഇപ്പം സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് ലാവൻഡർ ഷെയ്ഡ്. ലാവൻഡർ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ഇതിനകത്തെല്ലാം നല്ല സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എംബ്രോയിഡറി കുറച്ചും കൂടെ സെൽഫ് കളർ എംബ്രോയിഡറി ആണെങ്കിൽ പോലും എംബ്രോയിഡറി നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റും. നമുക്കൊരു സിമ്പിൾ ഒരു ഒക്കേഷനിലൊക്കെ കൊടുക്കാനായിട്ടൊക്കെ ആണെങ്കിലും ഡെയിലി വെയർ ആയിട്ടാണെങ്കിലും നല്ല ഒരു സാരീസാണ്. ഫുൾ എംബ്രോയിഡറി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു റിച്ച് ലുക്ക് കൊടുക്കും. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ വെച്ച് പെയർ ചെയ്യുക, പേൾ ജ്വല്ലറീസ് ഒക്കെ ആണെങ്കിൽ അല്ലെ സിമ്പിൾ ഓർണമെന്റ്സ് ഒക്കെ വെച്ച് പെയർ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഒക്കേഷനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ സിമ്പിൾ ആയിട്ടുള്ളൊരു സാരിയാണ്. അതും നല്ല ബഡ്ജറ്റിൽ കിട്ടുന്ന നല്ലൊരു കളക്ഷനാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇതിനകത്ത് ലാസ്റ്റ് വരുന്ന ഷെയ്ഡ് പീച്ച് ഷെയ്ഡാണ്. പീച്ച് ഷെയ്ഡ് നമുക്ക് ഒത്തിരി ഡിമാൻഡുള്ളൊരു ഷെയ്ഡ് തന്നെയാണ്. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള പീച്ച് ഷെയ്ഡാണ്. തീരെ ഒരു പേസ്റ്റൽ പീച്ച് തന്നെയാണ്, പക്ഷെ എന്നാലും തീരെ ലൈറ്റ് ആയിട്ടുള്ള പീച്ച് അല്ല, നല്ല ബ്രൈറ്റ്നെസ് ഉള്ളൊരു പീച്ച് തന്നെയാണ്. നല്ലൊരു അതിനകത്ത് എംബ്രോയിഡറി വർക്ക് ആണെങ്കിലും കുറച്ചൊരു ഡാർക്കർ ടോൺ, അതായത് ഞാൻ പറഞ്ഞില്ല സിൽക്ക് ത്രെഡ് എംബ്രോയിഡറി ആയതുകൊണ്ട് തന്നെ കോട്ടായേക്കാളും നന്നായിട്ടൊരു ഗ്ലേസിംഗിലാണ് വർക്ക് ഇതിനകത്ത് എല്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സെൽഫ് കളർ എംബ്രോയിഡറി ആണെങ്കിൽ പോലും നമുക്ക് ദൂരെ നിന്നാണെങ്കിൽ പോലും ആ വർക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അതുപോലെ വർക്ക് വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞതുപോലെ ആ ഫ്ലവർ ഡിസൈനേക്കാളും ഈ ഒരു ലീഫ് ഡിസൈനും ഇതുപോലെ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസും ഒക്കെ വരുന്നത് നല്ലൊരു സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്ക് തന്നെ ഈ സാരിക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് നേരത്തെ ഡിസൈൻ ഒത്തിരി ആൾക്കാർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഡിസൈൻ ഇപ്പം നമുക്ക് അവൈലബിൾ അല്ല. ഇപ്പം നമ്മുടെ ഈ കോട്ട സാരിയിൽ ഈ ഒരു ഡിസൈൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സെയിം പ്രൈസ് റേഞ്ചിൽ വരുന്ന സെയിം ആ ഒരു പാറ്റേൺ തന്നെയാണ്, ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ഒത്തിരി ആൾക്കാർ നമ്മളെ ഇപ്പോഴും വീണ്ടും ചോദിക്കുന്നുണ്ട് ആ സെയിം ഡിസൈൻ വരുമോ എന്ന്. നമുക്ക് ഇനിയും ആ സെയിം ഡിസൈൻ വരാനായിട്ട് ചാൻസസ് കുറവാണ്. അതുപോലെ നമ്മുടെ ചന്തേരി സിൽക്ക് ഫാബ്രിക്കിന്റെ സാരീസിന് ഒത്തിരി പ്രീ ബുക്കിംഗ് ഒക്കെ ചോദിച്ചു ഇപ്പോഴും നമ്മളെ ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അതിന്റെ പ്രീ ബുക്കിംഗ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രീ ബുക്കിംഗ് പറഞ്ഞ് വിത്തിൻ 1-2 ഡേയ്സിനുള്ളിൽ തന്നെ അതെല്ലാം ക്ലോസ് ആയി. നമുക്ക് അതിന്റെ ലിമിറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഒരു അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്ത ആൾക്കാരെ പെട്ടെന്ന് അറിയിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സാരീസ് പ്രീ ബുക്ക് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പറയും. കുറച്ച് സാരീസ് മാത്രമേ എൻക്വയറീസ് വന്നാൽ നമുക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സാരി നമുക്കൊരു ലിമിറ്റ് വരെ എൻക്വയറീസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്കതിനെ പ്രീ ബുക്ക് ചെയ്ത് വരുത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും സാരീസ് അങ്ങനെ വരുത്തിക്കാൻ ആഗ്രഹമുണ്ട് ചോദിച്ചാൽ നമ്മൾ പറയാം, നമുക്കത് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റുമോ, ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പം അങ്ങനെയാണെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഇതുപോലത്തെ പുതിയ കളക്ഷൻസ് ഒക്കെ നമ്മൾ വീണ്ടും നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഹാൻഡ് ബി കളക്ഷൻ ആണെങ്കിലും അതുപോലെ ഹാൻഡ് എംബ്രോയിഡറി, മെഷീൻ എംബ്രോയിഡറി കളക്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വീണ്ടും പുതിയ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഈ ഒരു സാരി ഒന്ന് ദേഹത്ത് വെച്ച് കാണിക്കുവാണ്. നമ്മുടെ അടുത്ത് ഒത്തിരി വ്യൂവേഴ്സ് ആണെങ്കിലും ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഒന്ന് സാരി ദേഹത്തോട് വെച്ച് കാണിക്കുവാണെങ്കിൽ അവർക്കത് വാങ്ങിക്കാനായിട്ട് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആകുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതൊന്നുകൂടെ ഒന്ന് വെച്ചുകൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ഓൾറെഡി കൈ അടി വെച്ച് ഇതിൻ്റെ ട്രാൻസ്പെറൻസി കാണിച്ചായിരുന്നു. നമ്മൾ ഈ ഒരു കളർ ഡ്രസ്സിൻ്റെ മുകളിൽ വെച്ചിരിക്കുമ്പോൾ കാണാം നമുക്ക് ഇത്രയും ട്രാൻസ്പെറൻ്റ് ആണ് ഇത് സിംഗിൾ ലെയറിൽ. പക്ഷേ ഇത് നമ്മൾ ഫ്ലീറ്റഡ് ആവുന്ന സമയത്ത് ഇത് കണ്ടോ, അതിന് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാത്ത മെറ്റീരിയൽ തന്നെയാണ്. അതുപോലെ അത് ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക് ആണ്, ഒത്തിരി ഇങ്ങനെ വീർത്ത് കിടക്കുന്ന ഫാബ്രിക് ഒന്നും അല്ലത് കണ്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക് ആണ് എന്ന് പറഞ്ഞ് ഒഴുകി കിടക്കുന്ന ഫാബ്രിക്കും അല്ല, അതായത് നമ്മുടെ ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന ഫാബ്രിക്കും അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലിം ആയിട്ടുള്ള ആൾക്കാർക്കും നല്ലതായിട്ടുള്ള സാരിയാണ്. അതുപോലെ കുറച്ചൊരു ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കും നല്ലൊരു സാരിയാണ്. അത് ഈ പറഞ്ഞ പോലെ ഒത്തിരി വീർത്തിരിക്കത്തുമില്ല, ഒത്തിരി ഒട്ടിക്കിടക്കത്തുമില്ല, എല്ലാവർക്കും പറ്റുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണ്. നല്ല ഫാബ്രിക്കുമാണ്, അതായത് നമുക്ക് നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ക്ലൈമറ്റിലൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഒത്തിരി ആവി എടുക്കുന്ന പോലത്തെ ഫാബ്രിക് ഒന്നുമല്ല. അപ്പം ഇത്രയാണ് ഈ ഒരു സാരിയുടെ ഡീറ്റെയിൽസ്. കൂടുതൽ സാരീസിന്റെ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.